ഹിറ്റ് സിനിമകൾ അണിയിച്ചൊരുക്കിയ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥയെ രചിക്കുന്ന ബിബിൻ ദാസ് അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജിനെ കേന്ദ്ര കഥാപാത്രമാക്കി നേരത്തെ അനൗൺസ് ചെയ്ത ചിത്രത്തിന് ഇപ്പോഴത്തെ പുതിയ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രം പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രത്തിൽ പുതിയ മുഖത്തോടുകൂടി നമ്മുടെ ജോമോൻ ജ്യോതിർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന് കൂടുതൽ അപ്ഡേറ്റുകൾ എത്തിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ബിബിൻ ദാസ് ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന സിനിമ ജസ്റ്റിൻ സ്റ്റീഫനുമായിട്ട് ചേർന്നുള്ള ബിബിൻ ദാസിന്റെ ആദ്യ ചിത്രം കൂടിയാണിത്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധായകൻ ബിബിൻ ദാസ് തന്നെയാണ്. പുതുമുഖങ്ങൾക്കാണ് ചിത്രത്തിൽ പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ് ട്രോഫിയിൽ ആദ്യം കേന്ദ്ര കഥാപാത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായത് പൃഥ്വിരാജിനായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോഴത്തെ ജോമോൻ ജ്യോതിർ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്ന പുതിയൊരു പോസ്റ്റർ ചിത്രത്തിന് അണിയറ പ്രവർത്തകർ പുറത്തിട്ടിട്ടുണ്ട്. ചിത്രത്തിന്റെ പോസ്റ്ററിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ആരംഭിച്ചതായിട്ടും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിൽ 60 പുതുമുഖങ്ങൾ കൂടി വെള്ളിത്തിരയ്ക്ക് എത്തുന്നുണ്ട്. അഭിനയത്തിനും സംവിധാനത്തിനും അണിയറയിലും പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്ന മാജിക് ഫ്രെയിംസ് സിനിമാ വ്യവസായത്തിന് പുതിയ ഒരു തലമുറയുടെ ഊർജ്ജം കൊണ്ടുവരികയാണ് ഈ ഒരു സിനിമയുടെ നിന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് കാത്തിരിക്കാം. സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ജോമോൻ ജ്യോതിർ കേന്ദ്ര കഥാപാത്രമെത്തുന്ന സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.